അമേരിക്കയുടെ F-35 അമേരിക്കയുടെ അഭിമാനമായിട്ടുള്ള ഫൈറ്റർ ജെറ്റാണ്. ഈ ഫൈറ്റർ ജെറ്റിന് ഇന്ത്യയും ലണ്ടനും അല്ലെങ്കിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും ചേർന്ന് കൊടുത്ത ഒരു പണിയാണ് ഈ തിരുവനന്തപുരത്ത് കുറച്ച് നാൾ കിടന്നത് എന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ പറയുന്നത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ F-35 എന്ന് പറയുന്ന വിമാനം അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കും പല രാജ്യങ്ങൾക്കും കൊടുത്തു കഴിഞ്ഞാലും F-35ൻ്റെ കംപ്ലീറ്റ് കൺട്രോളും അമേരിക്കയുടെ കയ്യിലാണ്. ഇതെന്തൊരു നീതികേടാണ് എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയോട് ചോദിച്ചത്. അതായത് F-35 ഞങ്ങൾ മേടിച്ചു, അതിനുശേഷവും അതിൻ്റെ കൺട്രോൾ അമേരിക്കയുടെ കയ്യിൽ വച്ചിരിക്കുന്നത് ശരിയല്ല എന്ന് രാജ്യങ്ങൾ പറഞ്ഞു. പക്ഷേ അമേരിക്ക ലോക പോലീസാണ്. അമേരിക്ക ഒന്നും പറഞ്ഞാൽ ആരും പറഞ്ഞാലും കേൾക്കില്ല. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ F-35 എന്ന് പറയുന്ന വിമാനം തിരുവനന്തപുരത്ത് കൊണ്ടിറക്കി ഇവിടെ കുറേ നാൾ മഴയും വെയിലും കൊണ്ട് അവിടെ കിടന്നു. അങ്ങനെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിലെല്ലാം ഇത് വെറും ഒരു ക്രാപ്പ് ജെറ്റാണ്, അതായത് ഇതിനെ കൊണ്ട് യാതൊരുവിധ ഉപയോഗവുമില്ല എന്ന് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തെളിയിച്ച് F-35ൻ്റെ മാർക്കറ്റ് ഇപ്പോൾ വളരെ ഗംഭീരമായിട്ട് ഇടിഞ്ഞ് താഴെ പോയിട്ടുണ്ട്. ഇതാണ് ആ ഒരു പ്ലാൻ എന്നാണ് ഇപ്പോൾ പല രാഷ്ട്രീയ നിരീക്ഷകരും നയതന്ത്ര വിദഗ്ധരും പറയുന്നത്. എന്നാൽ ഇതൊരു മാധ്യമങ്ങളിൽ വന്നിട്ടില്ല, ഇത് അവരുടെ നിഗമനമാണ്. F-35ൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞത് കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് സത്യമാണെന്ന് തോന്നിപ്പോകും. എന്തായാലും അമേരിക്ക ഇപ്പോൾ അതിൻ്റെ ക്ഷീണത്തിൽ നിന്ന് കയറാനായി ലോകത്തിലെ ഏറ്റവും മാരകമായിട്ടുള്ള യുദ്ധവിമാനം വേറെ ഒന്ന് നിർമ്മിക്കാൻ പോവുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചൈനയുടെ J-36, J-50 എന്നിവയെ വേട്ടയാടാൻ ഉതകുന്ന F-22 പോലും ഉപയോഗശൂന്യമാക്കുന്ന ഒരു ഫൈറ്റർ ജെറ്റാണ് ഇപ്പോൾ അമേരിക്ക നിർമ്മിക്കാനായി പോകുന്നത് എന്നറിയാനായി സാധിക്കുന്നു. 2025 മാർച്ചിൽ ഏകദേശം 5 മാസങ്ങൾക്ക് മുമ്പ് 6ാം തലമുറ F-47 യുദ്ധവിമാനം നിർമ്മിക്കുന്നതിനായി US വ്യോമസേന ബോയിങ്ങുമായി ഔദ്യോഗികമായിട്ടുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു എന്ന് അറിയാൻ സാധിക്കുന്നു. അടുത്ത തലമുറ വിമാനങ്ങൾ ഉപയോഗിച്ച് തങ്ങളുടെ കപ്പൽശാല പുതുക്കാനുള്ള അമേരിക്കയുടെ തന്ത്രത്തിൻ്റെ ഭാഗമാണ് F-47 യുദ്ധവിമാനം. കരാറിൻ്റെ സാമ്പത്തിക വിശദാംശങ്ങൾ ഇതുവരെ പരസ്യമാക്കിയിട്ടില്ലെങ്കിലും പതിറ്റാണ്ടുകളായി ബോയിങ് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ കരാറുകളിൽ ഒന്നായി ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെ F-22, F-35 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് സൈനിക വ്യോമയാനത്തിൻ്റെ നേതാവായി കണക്കാക്കപ്പെടുന്ന കമ്പനിയായിട്ടുള്ള ലോക്ഹീഡ് മാർട്ടിൻ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ മുൻനിരയിൽ തുടരുന്ന ഒരു കമ്പനിയാണ്. 20 വർഷത്തോളം US സൈന്യത്തിന് സേവനം നൽകിയിരുന്ന പഴകിയ F-22 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ മാറ്റിസ്ഥാപിക്കുക എന്നതാണ് F-47 പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം. ഇനി US അതിൻ്റെ സൈനിക തന്ത്രം മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. F-47ൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആഗോളതലത്തിൽ ആധുനിക യുദ്ധത്തിൽ ഈ യുദ്ധവിമാനം ഒരു പുതിയ പാത സൃഷ്ടിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ പല ആൾക്കാരും ഉറ്റുനോക്കുന്നത്. ഒരു F-47 ജെറ്റിന് എങ്ങനെയാണ് ഒരു മുഴുവൻ സ്ക്വാഡ്രനെയും ശക്തിയോട് പൊരുത്തപ്പെടാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും മാരകമായിട്ടുള്ള വിമാനം നിർമ്മിക്കാൻ ബോയിങ് ഒരുങ്ങുന്നു. MQ-28 ഗ്രോത്ത് ബാറ്റ് ഡ്രോൺ സിസ്റ്റങ്ങളുടെയും B-21 റൈഡർ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യകളുടെയും കൂടുതൽ നൂതന പതിപ്പുകൾ ഉപയോഗിച്ച് ബോയിങ്ങിൻ്റെ ആദ്യത്തെ ക്ലീൻ ഷീറ്റ് ഫൈറ്റർ ജെറ്റ് രൂപകൽപ്പനയായിരിക്കും F-47. മാക് 2ൻ്റെ ഇരട്ടി വേഗതയിൽ F-47 പറക്കുമെന്നും 1000 നോട്ടിക്കൽ മൈലിനപ്പുറം ദൂരം സഞ്ചരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. വേഗത, മൊബിലിറ്റി അല്ലെങ്കിൽ പേലോഡ് ശേഷി എന്നിവയിൽ മറ്റൊരു വിമാനത്തിനും അടുത്തൊന്നും എത്താൻ കഴിയില്ല എന്നുമാണ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ഈ സവിശേഷതകൾ അർത്ഥമാക്കുന്നത് F-47 ഏറ്റവും വേഗതയേറിയത് മാത്രമല്ല, ഇതുവരെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധവിമാനവുമാണ് എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.